കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. രാവിലത്തെ തിരക്കന്നെ ഞങ്ങൾ കാണുന്ന നാസ്തയാക്കുന്ന തിരക്കാട്ടോ. ഇന്നലെ രാത്രിയെല്ലാം പുറത്തു പോയിനെ കൊണ്ട് കുട്ടികൾക്ക് പാർക്കിലെല്ലാം പോണെന്ന് പറഞ്ഞതിനെ കൊണ്ട് പോയി വന്നിട്ട് നല്ല ക്ഷീണത്തിൽ കടന്നു. നല്ല പണിയാ. രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഫുള്ള് കാണുന്നില്ല നിങ്ങള്. ഇതെല്ലാം പണിയാ. വൃത്തിയാക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. അതാണ് എല്ലാ സ്ത്രീകളും പറയാറുണ്ട്, വൃത്തിയാക്കലാണ്. പുര വൃത്തിയാക്കി എടുക്കുക, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക് ആണ് കേട്ടോ. അപ്പൊ ആ ടാസ്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യം ഭക്ഷണം കൊടുക്കട്ടെ. നല്ല എന്താ പറയുക, നല്ല നെയ്യില് നോക്കി എനിക്കിങ്ങനെ ക്രിസ്പി ആയിട്ട് പത്തില് കിട്ടണം കേട്ടോ. നല്ല നെയ്യെല്ലാം ഒഴിച്ചിട്ട് തിന്നുമ്പോ അത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിക്കാന് കറിയും കൂടി വേണ്ട, ഗ്രീൻ പീസ് കറിയാണ് ആക്കിയത്. നല്ല രസമാണ് കഴിക്കാന്. അപ്പം ആദ്യം ഫുഡ് അടിക്കട്ടെ, അതിനുശേഷം എന്താക്കാം വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് കിടക്കുക. ഇങ്ങനെ തന്നെയല്ലേ എല്ലാരും. പത്തിലതാ കിട്ടോ, നല്ല ക്രിസ്പി പത്തിലതാ. രസമില്ലേ? നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നല്ല ചോറും പച്ചരിയെല്ലാം കൂട്ടിയിട്ട് അരച്ചതാട്ടോ. നല്ല നെയ്യെല്ലാം ഒഴിച്ചിട്ട് ആക്കുന്ന പത്തിലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെനക്കുള്ളതാ. ഇവർക്ക് വേണ്ടോക്കെ പൊട്ടാത്തത് വരെ വേണം. ക്രിസ്പി അല്ലാത്ത അന്നാ പിന്നെ അടുത്തത് എടുത്ത ക്രിസ്പി അല്ലാത്ത ഇതാ. ഇത് ക്രിസ്പി അല്ല, അതാ കൊടുത്തു വേണ്ടാത്ത. ക്രിസ്പി അല്ല ഞാൻ എടുക്കും. കറി വേണ്ടേ? കറി എടുത്തോ. നിങ്ങളെ ചായ വേണ്ടേ? ചായ ഇതിലെ കുറച്ച് ചായയെല്ലാം ഞാൻ ഇതിലെ ചൂടാക്കുക കേട്ടോ. ഇതിന്റെ പിടുത്തം പോയിട്ട് ഞാൻ ഇറുക്കിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ്. ചായ കൊണ്ടിക്കോ. ചായ ചെറുങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചായ എടുത്തോ. ചായ കുടിക്കണം. രാവിലെ ചായ കുടിക്കണ്ടേ? വേണം ചായ. അതോളം ചിരിച്ചോണ്ടും പോന്ന്. ചായ കുടിക്കാൻ ഭയങ്കര മടിയുള്ള മക്കളാണ് ഇത് കേട്ടോ. ഇവിടെ വാ, ഇവിടെ വാ. എല്ലാവർക്കും ഒരു അസ്സലാമു അലൈക്കും കൊടുത്ത കയ്യാണ് കൊടുക്കുന്നേ. പറ. ഓള് നാസ്ത കഴിക്കുന്ന ഓള് എന്റെ പത്തിലയുടെ മക്കളെ പോട്ടെ. എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എന്റെ കുഞ്ഞു മണികളും എന്റെ മുത്തുമണികളാണ് എന്റെ ഹാപ്പിനെസ്. എല്ലാ വേദനയും മറക്കുന്നത് ഇതാ ഇതിലാണ്. ഇതിലാണ് എന്റെ എല്ലാതും മറക്കുന്നത്. ഇതിലാണ് ഞാൻ സത്യമായിട്ട്. എൻ്റെ മക്കളോടുള്ള യാത്രകളും അവരെ കൂടെ ഉള്ള എൻജോയ്മെന്റ് ആണ് എൻ്റെ എല്ലാതും. ഞാനും ഓളും ഒരേ ഫേസ് കട്ടല്ലേ അല്ലേ? ചെറിയ മാതിരി അവിടെ ഇവിടെ ഉപ്പാന്റെ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എന്റേതാണ്. ഇത് എന്റേതാണ്, എന്റേത് മോളാണ്. നമ്മളിവിടെ ചോദിക്കും ഉപ്പാപ്പന്റെ മോളാ ഉമ്മാന്റെ മോളാ. ഞാൻ മാത്രമുള്ള ടൈമിന് ഇവള് പറയും ഉമ്മാന്റെ മോളാ. ഇത് വെറും ഉപ്പ കുട്ടിയാട്ടാ. ഉപ്പാനെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഉപ്പാനെ മതി, പിന്നെ എന്നെ വേണ്ട അല്ലേ? പോയി തിന്നാ. കടല തിന്നാ. ചിരിക്കുന്നു. കടല തിന്നാ. കടല തിന്നുക. എന്നാ തിന്ന പോയിട്ട് ശരി തിന്നു. അപ്പൊ ഞാനിതെല്ലാം ചുട്ടിട്ട് കുറച്ച് എന്തെങ്കിലും കഴിക്കട്ടെ, അല്ലാണ്ട് വിശക്കുന്നു കേട്ടോ. എന്നിട്ട് വരാം കൂട്ടുകാരെ. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ നാസ്ത കഴിഞ്ഞു. അതാ കാണുന്നില്ലേ. തൽക്കാലം രാവിലത്തെ ക്ലീനിങ്ങും കഴിഞ്ഞു. പാത്രം ക്ലീനിങ് ആണ് ബാക്കി. ക്ലീനിങ് എല്ലാം ഒരുവിധെല്ലാം കഴിഞ്ഞ് നോക്കിയാ. എന്നിട്ടെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം പാത്രങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. 3-4 ആളുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും കണ്ടമാനം പാത്രമായിരിക്കും. അങ്ങോട്ടെല്ലാം ഫുൾ കച്ചറയല്ലേ നേരത്തെ നിങ്ങൾ നോക്കുമ്പോ. അതെല്ലാം ക്ലീൻ ആക്കി. ഇനി എനക്ക് ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ട്. നിങ്ങള് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കീ 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 കീ. കുറച്ച് കോഴിക്കുട്ടികളുണ്ട് ഇവിടെ കേട്ടോ. അവരെ സൗണ്ടാണ്. ഞാൻ എന്തായാലും വേഗത്തില് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ കൂട്ടുകാരെ, പോയിട്ട് വരാം കേട്ടോ. പോയി വന്നിട്ട് വേണം ചോറ് വെക്കാന്. എല്ലാ പണിയും ഇനിയും ബാക്കിയുണ്ട്. അലക്കിയിട്ടുണ്ട്, മെഷീനിൽ ആറിയിട്ടിട്ടില്ല. ഒരുപാട് ജോലിയുണ്ട്. വേഗത്തിൽ വണ്ടിമേൽ പോയിട്ട് ഇന്ന് പോരാന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് കുറച്ചും കൂടി ജോലി അവർക്കും ബാക്കിയുണ്ട്. അവരിന്നലെ എടുത്തു വെച്ച ഡ്രസ്സ് ഉണ്ടായിരുന്നു മടക്കി വെക്കാനും. അപ്പൊ അതെല്ലാം മടക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ ഞാൻ വേഗത്തില് ഇൻഷാ അല്ലാഹ് വേഗത്തില് പോയി വരട്ടെ. പോയി വന്നിട്ട് കാണാം. ഹാപ്പി ക്രിസ്മസ്. എന്നാ ചെടിയുടെ
അങ്ങനെ നമ്മൾ മുറിക്കുന്ന ക്രിസ്മസ് കേക്ക്. ആ ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് ആണിത്. അതാ മൂക്കി ടേസ്റ്റ് ഉണ്ടാ? നല്ല രസമുള്ള കേക്ക് കേട്ടോ. നല്ല രസമുള്ള ടേസ്റ്റ് ഉള്ള കേക്ക്. നല്ല രസമുണ്ട്. നിബുന് വെക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുക്കളയിൽ കയറണം, ചോറ് വെക്കണം. സന്തോഷായോ? ഞാൻ ഈ പൂര കഷ്ണം ഇത് പിടിച്ചു തിന്നോ. ഇതാരെങ്കിലും കഴിച്ചവരുണ്ടോ? നൊങ്ക്, പനനൊങ്ക്, പനമ്മലുണ്ടാവുന്ന ഒരു പഴം. ഇതിപ്പം ചുങ്കത്തുനിന്ന് കിട്ടിയതാട്ടോ. ഓൾക്ക് കേക്ക് തിന്നാടെ ഇരിക്കും. കേക്ക് തിന്ന് കഴിഞ്ഞിട്ട് ഇതും വേണം. അപ്പൊ ഇതിന്റെ ഈ മേലെ കാണുന്ന തോലില്ലേ, ഇതിങ്ങനെ അടർത്തണം. ഇതിങ്ങനെ അടർത്തിയിട്ട് കഴിക്കണം. നല്ല ഇളനീര് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അല്ലേ? ആ റംബുട്ടാനപ്പടി തിന്നുവാവേ. ടേസ്റ്റ് ഉണ്ടോ? പറഞ്ഞു കൊടുത്ത സൂപ്പറാണ്. നല്ല നല്ല രസം. നോക്കിയാ നല്ല ടേസ്റ്റാ. കിട്ടുന്നില്ലേ? എന്താ കിട്ടാത്ത? ഉറപ്പുണ്ടാ? ചെറുത് മൂത്തതുണ്ടാവും. 40 ഉറുപ്പ്യാണ് കേട്ടോ. ആ ഒരെണ്ണത്തിന് 40 ഉറുപ്പ്യ. ആ ഇപ്പൊ ഇനി അടുത്തത് ചോറ് പരിപാടി, തുറക്കൽ പരിപാടി ഒക്കെ നോക്കട്ടെ ഞാന്. എന്തിനാ? ഇതല്ലേ നല്ല. അപ്പൊ നിബൂസിനേടെ ഒന്നാ വല് ഭയങ്കര കേട്ടാ. നിബൂസ് പിന്നെ ഒന്നും പറയൂലാലോ, അതുകൊണ്ടാ ഞാൻ ഈ വേഗത്തിലേ നിന്ന് മീനെല്ലാം വെള്ളത്തിലിട്ടിട്ടാ ഞാൻ പാഞ്ഞും പോയേട്ടോ. വന്നാ പിന്നെ അത് ഐസ് പോണ്ടേന്ന് വിചാരിച്ചിട്ട് വേഗത്തില് ചോറും കറിയെല്ലാം ആക്കിയിട്ട് എല്ലാം വൃത്തിയാക്കാൻ നോക്കട്ടെ. വാവച്ചിയെ നമ്മള് ചോറ് ഇവിടെ റെഡിയാണ്. ചോറ് റെഡിയായി. നല്ലൊരു സാമ്പാർ കറിയാക്കിട്ടോ. സാമ്പാർ കറിയിലേക്ക് പിന്നെ ഇതാ മത്തി പൊരിച്ചതാണ് മക്കളെ. അപ്പൊ മത്തി പൊരിച്ചിൻ്റെ നെയ്യ് ഇങ്ങനെ പിന്നെ അതിലധികം വേണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ ചെരിച്ച് വെക്കലാ ഞാൻ കേട്ടോ. അപ്പൊ ഇന്നൊരു കുശാൽ ചോറ് മടിക്കട്ടെ. ട്യൂഷൻ എടുത്തിരുന്ന ആളെ കണ്ടില്ലേ? വടി എടുത്തിട്ടാണ് അതാ കേട്ടോ. മിണ്ടറ് മിണ്ടറ് ഇത് വടിയോട് കൂടെ വെക്കണം. അങ്ങനെ ഇരുന്നോട്ടല്ലേ. അങ്ങോട്ടേക്ക് ഒന്നും കൂടി അതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് പോക്കട്ടെ. ഇങ്ങോട്ടേക്ക് നല്ലൊരു മാവ് ഒഴിച്ചിട്ട് ഞങ്ങളെ സാന്നിധ്യത്തിൽ ബിസ്മില്ലാ.
വേണ്ട, ഞാൻ കൈക്കോട്ടിട്ട് ഇതാക്കിക്കോളാം. അപ്പൊ കൈമേന്ന് മണ്ണാക്കണ്ട. അപ്പൊ കുഴിച്ചിട്ട് കേട്ടാ, കുഴിച്ചിട്ട് വെള്ളം നനച്ചു കൊടുത്തതാണേ. ഇനി മറ്റേ 2 ചെടികൾ കണ്ടില്ലേ, അത് ചട്ടിയിൽ വേണം കുഴിച്ചിടാന്. ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് ഗേറ്റിന്റെ മേലത്തെ ഗടങ്ങിന്റെ അട വെക്കണം. ആദ്യം എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ ഇതേ സെയിം ചെടി ഇതായത് നല്ല മൊഞ്ചിൽ വരും. ഇത് ഇങ്ങനെയൊന്നും അല്ല, ഇതുള്ളവർക്കറിയാം. നല്ല ചോപ്പ് കളറായിട്ട് വരും, കാണാൻ ഭയങ്കര രസമായിരിക്കും. വെയിലെല്ലാം അടിച്ച് അതേപോലെ വെള്ളവും നല്ലോണം വേണം. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, എൻ്റെ 2ാമത്തെ ആങ്ങളെ മരണപ്പെട്ട് പെട്ടെന്നായിരുന്നു എന്ന്. ആ സമയത്ത് എൻ്റെ കിടങ്ങിൻ്റെ മേലെ ഉണ്ടായിരുന്നേ. നമ്മൾ അങ്ങ് ഓൻ്റെ വീട്ടിലെല്ലാം പോയി 7 കഴിഞ്ഞിട്ടാണ് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ചെടിയെല്ലാം ഫുള്ള് ഉണങ്ങിപ്പോയിക്ക്. അപ്പം ഇന്ന് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു പൂതിക്ക് വാങ്ങിയതാണ് ഞാൻ. ചട്ടിയിൽ ഇനി ചെടിച്ചട്ടി ഉണ്ട്, അതിൽ കുഴിച്ചിട്ടിട്ട് അവിടെ വെക്കട്ടെ. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. കുളിച്ചിട്ടില്ല കേട്ടോ, ചോറ് തിന്നിട്ട് ഇറങ്ങിയതാണ്. ഇതിന് കുളിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുട്ടികളെ ചെറുതിനെല്ലാം കുളിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാം കുളിക്കാനല്ലോ. അപ്പം അതും കൂടി അതിൻ്റെയും കൂടിയും പണി തീരട്ടെ. കൂട്ടുകാരെ, എൻ്റെ ചട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ചെടി. നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണിത് കേട്ടോ. അതിൻ്റെ വെയിൽ തട്ടിയാൽ ഞാൻ പറയലില്ല, അതിൻ്റെ ചുവപ്പ് കളറും അടിയിൽ നല്ലൊരു പച്ച കളറും ആയിട്ട് ഇങ്ങനെ വരും. എൻ്റെ ആങ്ങളെ മരിച്ചതിന് ശേഷം ഇപ്പാണ് ഞാനത് വെക്കുന്നത് കേട്ടോ. 2ാമതും വെക്കുന്നതാണ്. ഇവിടെ ഫുള്ള് പണിയിലാണ്. ഞാൻ കാണിച്ചു തരാം. കുട്ടികൾ ഗാർഡൻ ആക്കുന്നതാ. എല്ലാം വെട്ടി ശരിയാക്കുന്ന അവള്. അപ്പൊ എല്ലാവർക്കും അസ്സലാമലൈക്കും, ടാറ്റാ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ ശരി, ഓക്കെ, ബൈ.